എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. അകത്ത് സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാനാവില്ല എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. മാധവിക്കുട്ടിയുടെ വരികളിലൂടെയാണ് ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. അതെ, പ്രകടിപ്പിക്കാത്ത സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. വാക്കുകളായി വരാൻ ധൈര്യം കിട്ടാതെ, പ്രകടനങ്ങളാക്കി മാറ്റാൻ ധൈര്യം കിട്ടാതെ, അവൻ മനസ്സിലാക്കും, അവൾ എന്നെ തിരിച്ചറിയും, അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ വിശ്വസിച്ച് മൗനം പാലിച്ചിരിക്കുന്ന ചിലരെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ, പറയാൻ കഴിയാത്ത സ്നേഹം അനുഭവിക്കാൻ കഴിയാത്തത് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഒരുപാട് സ്നേഹം ഉള്ളിലിങ്ങനെ കുത്തി നിറച്ച് അത് ആരെയും അറിയിക്കാതെ, ആരെയും അനുഭവിപ്പിക്കാതെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്താണ് പ്രയോജനം? അതിലെന്ത് കാര്യമാണുള്ളത്? നമ്മളൊന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ തോളിലൊന്ന് വന്ന് തട്ടി സാരല്ലടോ പോട്ടെ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മുഖമാണ്. നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോൾ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് സൂപ്പർ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും, അച്ഛനമ്മമാരോടാണെങ്കിലും, സഹോദരന്മാരോടാണെങ്കിലും, ഫ്രണ്ട്സിനോടാണെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നത്, ഐ ലവ് യു എന്ന് പറയുന്നതൊക്കെ അവർക്ക് കിട്ടുന്ന സ്വർഗതുല്യമായ സന്തോഷങ്ങളാണ്. പല മനുഷ്യർക്കും ഇതൊക്കെ മതിയടോ ജീവിതം സമ്പൂർണ്ണമാകാൻ. വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കാൾ പലരും പല സാഹചര്യങ്ങളിലും ആഗ്രഹിക്കുന്നത് സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, ഒരു സ്പർശം, ഒരു തലോടൽ, ഒരു വാക്ക്. ഇത്രയൊക്കെ മതി ജീവിതം അതിമനോഹരമാക്കാൻ. നമ്മളൊന്ന് തലോടുന്ന നിമിഷം, നമ്മളൊരു നല്ല വാക്ക് പറയുന്ന നിമിഷം, നമ്മളൊന്ന് ചേർത്ത് പിടിക്കുന്ന നിമിഷം, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ കണ്ണുകളിൽ നമുക്ക് കാണാം നമ്മളോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ ആഴം. കൊടുക്കാനുള്ള സ്നേഹം നീട്ടിവെച്ച് മാറ്റിവെച്ച് ഒടുവിൽ ആ ആൾ ഇല്ലാതായി കഴിഞ്ഞിട്ട് നമുക്ക് ആ സ്നേഹം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് എന്താണ് കാര്യം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ന് കാണുന്ന നമ്മളിൽ എത്ര പേർ നാളെ ഉണ്ടാകുമെന്നതിന് നമുക്കെന്താണ് ഉറപ്പുള്ളത്? ഉള്ളിലുള്ള സ്നേഹം ഒന്ന് ഇറക്കി വിടന്നേ, കൂടെയുള്ളവരും ഒന്ന് സന്തോഷിക്കട്ടെ, സ്നേഹം പരക്കട്ടെ.